ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് പുറത്തുണ്ട്, അത് പെട്ടെന്ന് തന്നെ ഓൺലൈനിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പുറത്ത് ഇന്ന ബിസിനസ് ചെയ്യാനുണ്ട്, അത് ഓൺലൈനിലും കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് പെട്ടെന്ന് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ ഒരുപാട് ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാതെ പെട്ടെന്ന് തന്നെ ഇത് ഓൺലൈനിലേക്ക് മാറ്റാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വിശദീകരിക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിലേക്ക് പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഉപയോഗിക്കേണ്ടത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ, നമുക്ക് ഓൺലൈനിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് വളരെ എളുപ്പമാണ്, 5-10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിൻ്റെ ബിസിനസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ബിസിനസ്സിലേക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ നേരത്ത് എപ്പോഴും വാട്സപ്പിൻ്റെ ബിസിനസ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ വാട്സപ്പിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പ് ബിസിനസ്സിലുണ്ട്. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓൾറെഡി നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് അതിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങളൊരു ദിവസം അവധിയാണെങ്കിൽ നമുക്കതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. പെട്ടെന്നൊരു കസ്റ്റമർ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മെസ്സേജ് പോകും, ഇന്ന് ഞങ്ങൾ അവധിയാണ്, നാളെ നിങ്ങൾക്ക് മറുപടി തരുമെന്നോ, അല്ലെങ്കിൽ നാളെ എന്തോ ആയിക്കോട്ടെ, അവർ പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുമെന്നോ, എന്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് സാധാ വാട്സപ്പിൽ ഇതിനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ വാട്സപ്പ് ബിസിനസ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ് തന്നെ എടുക്കാം. ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് എന്തായാലും ബിസിനസ്സിനൊരു പ്രത്യേക സെപ്പറേറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ഇനി ഇല്ലാത്തവർ സെപ്പറേറ്റ് നിർബന്ധമായിട്ടും എടുക്കണം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണൽ നമ്പറും ബിസിനസ് നമ്പറും തമ്മിൽ കൂട്ടി മിക്സ് ആക്കരുത്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാൻ പറ്റില്ല ആരൊക്കെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളാണോ, ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കോളാണോ, കസ്റ്റമറാണോ, നമുക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാം മിസ്സാവുന്ന ഒരവസ്ഥ വരും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അത് അല്ലെങ്കിൽ ആകെ കെട്ടുപിണഞ്ഞ് ആകെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലരും അവരുടെ പേഴ്സണൽ നമ്പർ തന്നെ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സിം ഇല്ലാത്തവർ സിം എടുക്കുക. വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് ബിസിനസ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളത് എഴുതി വെക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് അതിനൊരു ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കുക. അത് നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ കുട്ടികളുടെ ടോയ്സാണ് വെക്കണമെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കുട്ടികളായിരിക്കില്ല, കുട്ടികളുടെ പേരൻസ് ആയിരിക്കും. കാരണം അവരാണ് പേയ്മെൻറ്റ് തന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ടോയ്സ് വാങ്ങുന്നത്. അപ്പോൾ പേരൻസ് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി വെക്കുക. നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ആണ്. ഈ സ്റ്റെപ്പ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാനിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ കറക്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് ഗ്രൂപ്പാണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ടത് വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈൻ അറിയാവുന്നവരെ കൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കിപ്പിച്ച് ഏതെങ്കിലും പേജിൽ പോസ്റ്റ് ചെയ്യലല്ല മാർക്കറ്റിംഗ്. അതിൻ്റെയൊക്കെ കാലഘട്ടം ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ ഡെഡായി കഴിഞ്ഞു. ഇനി ഇപ്പോൾ അതിൻ്റെ ഒന്നും കാലഘട്ടമല്ല. എല്ലാവരും വീഡിയോസാണ് കൺസ്യൂം ചെയ്യുന്നത്. എല്ലാവരും ഇൻ്റർനെറ്റ് ഫാസ്റ്റായി, മൊബൈലിന് നല്ല കേപ്പബിലിറ്റി വന്നു. അപ്പോൾ വീഡിയോയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ വീഡിയോ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങൾ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോക്ക് പ്രത്യേകമായിട്ട് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാം, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാം, കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആരാന്ന് ഓൾറെഡി അറിയാലോ. അവർക്ക് ഉപകാരപ്പെടുന്ന എന്ത് വീഡിയോ കണ്ടൻറ്റും സോഷ്യൽ മീഡിയയിൽ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് നമ്മൾ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലേക്ക് ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവർ അട്രാക്റ്റഡ് ആയിട്ട് വന്നാലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ്.
അത് വേറൊരാൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു 1-2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്, ജസ്റ്റ് എങ്ങനെ കട്ട് ചെയ്യാം, ജസ്റ്റ് എങ്ങനെ ഒരു ഇമേജ് ആഡ് ചെയ്യാം, എങ്ങനെ ഒന്ന് സ്പീഡ് കൂട്ടാം വീഡിയോയുടെ, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പോലും ആവശ്യമില്ല. പലരും അവരുടെ മൊബൈൽ ഫോണിലാണ് എപ്പോഴും. അപ്പോൾ ഏറെക്കുറെ എല്ലാ ആപ്ലിക്കേഷൻസും ഇന്ന് മൊബൈലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് പഠിക്കുക. ഒരുപാട് ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള, നമ്മൾ സിനിമ പിടിക്കാൻ പോകുന്ന ആളുകളല്ല, ഒരു ഹോളിവുഡ് സിനിമ എഡിറ്റ് ചെയ്യണ പോലെ എഡിറ്റ് ചെയ്യാൻ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എല്ലാ വീഡിയോസിലും പ്രൊവൈഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാട്സപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പർ ഇത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ വാട്സപ്പ് വഴിയായിരിക്കും കസ്റ്റമേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ വാട്സപ്പിന് പകരം ചിലർ ഇമെയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമെയിലൊക്കെ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും വാട്സപ്പാണ് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്, സൗകര്യപ്രദമായിട്ടുള്ളത്. അപ്പോൾ പരമാവധി നമ്മൾ വാട്സപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കാം. നിങ്ങൾ കുറച്ച് ബിസിനസ് ടു ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ യൂസ് ചെയ്യാം. പക്ഷേ അധിക പേരും ഇന്ന് പ്രിഫർ ചെയ്യുന്നത് വാട്സപ്പാണ്. വാട്സപ്പിലാണ് കൂടുതൽ കൺവേർഷൻ കണ്ടേക്കുന്നത്, കൂടുതൽ സെയിൽ കണ്ടേക്കുന്നത്. അപ്പോൾ പരമാവധി വാട്സപ്പ് തന്നെ കൊടുക്കാനായിട്ട് നോക്കാം. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് എൻക്വയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ആ കസ്റ്റമേഴ്സിനെ എല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേണം. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹോം ഡെക്കറേഷൻ ഐറ്റംസ് ആണ് സെല് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹോം ഇൻറ്റീരിയർ ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ, ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ബിസിനസ്സാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വാങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഒരാഴ്ച ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അതേ കസ്റ്റമർ തന്നെ പുതിയ മോഡൽസ് വരാൻ നേരത്ത്, പുതിയതായിട്ട് ഭംഗിയുള്ള എന്തെങ്കിലും കാണാൻ നേരത്ത് വീണ്ടും വീണ്ടും അവർ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരെയും ഇൻഡിവിജ്വലി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ പ്രൊഡക്റ്റാണ്, കൊറിയർ അയച്ചു കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് കൊറിയർ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമറോട് നിങ്ങൾ പറയാം, ഞങ്ങളുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറയാം. കസ്റ്റമറുടെ നമ്പർ നമ്മളും സേവ് ചെയ്ത് വെക്കണം. പരസ്പരം അങ്ങോട്ടും കൂടി നമ്പർ സേവ് ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 2500 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും അത് ഒറ്റയടിക്ക് എത്തും. അങ്ങനെ സ്റ്റാറ്റസ് റിസീവ് ആവണമെങ്കിൽ പരസ്പരം നമ്പർ സേവ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്പർ സേവ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്പർ സേവ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്പർ സേവ് ചെയ്തിട്ടുള്ള മാർക്കറ്റിങ്ങിന് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്ക് സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ വഴി നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മൊത്തത്തിലുള്ളൊരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങളുടെ വാട്സപ്പിൽ കൊണ്ടുവരാം. വാട്സപ്പ് സ്റ്റാറ്റസ്, വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും കസ്റ്റമേഴ്സിനെ മാക്സിമം അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിന്ന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. അതിൻ്റെ ഒരു ലളിതമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസാണ് ഞാൻ തന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിലേക്ക് പെട്ടെന്ന്, നിലവിലുള്ള ഒരു ബിസിനസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആവാനായിട്ട് സാധിക്കും. ഷിഫ്റ്റ് ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളത് ഉപേക്ഷിച്ച് ഇതിലേക്ക് വരാമെന്നുള്ള അർത്ഥത്തിലല്ല, അവിടെയും ഇവിടെയും കൂടി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ചാനലിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.